ഈ സിനിമയിലെ വയലൻസ് ഡോൺ ടച്ച് ചെയ്യേണ്ടതുണ്ടോ? അല്ല, എനിക്കറിയില്ല, നമ്മുടെ അതിൽ വയലൻസേ ഇല്ല. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു ഒരു 18+ ആൾക്കാർക്ക് മാത്രല്ലേ അത് കാണാനുള്ള സ്പേസ് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മളും കൂടെ പാരന്റ്സും അതിനാണല്ലോ നമ്മൾ US സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതും അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ആണ് സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യുന്നതും ഇത് കുട്ടികളെയോ ആൾക്കാരെയോ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത് കാണിക്കാതിരിക്കുക അതിനെന്താ ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. അതൊരിച്ചിരി ടഫാണ്, ഇച്ചിരി ഗ്രേ ആണല്ലോ. നമുക്ക് തിയേറ്റേഴ്സിൽ അലോ ചെയ്യാറില്ല. അത് എങ്ങനെയാ പ്ലേസ് ചെയ്യപ്പെടുന്നത്? ഇപ്പൊ വീട്ടിലിരുന്ന് കാണുമ്പോ കാണരുത്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇത് കാണിക്കരുത് എന്നുള്ളൊരു വളരെ കെയർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ആക്ച്വലി സ്പീക്കിംഗ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കിൽ ബില്ല് പോലെ ഒരു സിനിമ വരാന്നിരിക്കും, എനിക്ക് അതിനെ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും മാനദണ്ഡമൊക്കെ വെക്കുക? എനിക്ക് കാണാൻ പറ്റണ്ടേ. എനിക്ക് വയലൻസ് സിനിമ കാണാൻ ജോണിച്ചേട്ടനെ ജോണിച്ചേട്ടൻ അത്രയല്ലേ, ഞാൻ മറ്റേ മ്യൂട്ട് ചെയ്ത്, എനിക്ക് സൗണ്ട് ഭയങ്കര എനിക്കും ശബ്ദം പ്രശ്നം. അപ്പൊ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് അങ്ങനെയുള്ള ചില സീനുകളൊക്കെ കണ്ടു തീർക്കുക. അല്ലെങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കണം, എൻ്റെ അടുത്തിരിക്കുന്ന ആള് കണ്ണടച്ചിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് കണ്ണടക്കി കാണില്ല അങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ് വയലൻസ് സിനിമകൾ കാണാൻ. ഞാൻ എന്നെ കൊണ്ടുപോയാൽ ആ തിയേറ്റർ മുഴുവൻ അറിയും ഞാൻ അവിടെ വന്നിട്ടുണ്ടെന്നും ഒരാളവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നും ഇതിനെങ്ങനെയും ഇറക്കി വിടുക എന്നൊക്കെ പറയാൻ ആൾക്കാർക്ക് തോന്നുന്ന പോലെ കരച്ചിലും ബഹളവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ തിയേറ്റേഴ്സിൽ പോയിട്ട് കാണാറില്ല. OTTയിൽ അങ്ങനെ കാണേണ്ടി വരികയാണെങ്കിൽ തന്നെ മ്യൂട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ കാണാറ്. അപ്പം എനിക്ക് പേടിയാണ്, എനിക്ക് ബേസിക്കലി വയലൻസ് സിനിമകൾ ചെയ്യാൻ പേടിയാണ്. പക്ഷെ ചിലപ്പോൾ തോന്നാറുണ്ട് ഒരാളെ മറ്റേ അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ ഒരു സിനിമ എനിക്ക് അത് റൈറ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ചെയ്യുന്നതിനൊരു റീസണിങ് ഉണ്ട്, ഒരു ഇയാൾ മരിച്ച ഓക്കെയാണ് എന്ന് ഒരാൾക്ക് തോന്നുന്ന പോലെ ഒരാളെ കൊല്ലാനാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. വയലൻസ് കൂടുതലും വിസിബിൾ കത്തിയെടുത്ത് വീശുന്നു, ചോരയിലോട്ട് ചോര തെറിക്കുന്നു, അങ്ങനെയാണ് യൂഷ്വലി കാണിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള അതല്ല, അത് കത്തിയിട്ട് അവസാനം മറ്റേ കുരവല്ലി വരെ ഇങ്ങനെ അത് പറ്റുമോ എന്നുള്ളത് എനിക്കും ശബ്ദമാണ് പ്രശ്നം. നമ്മള് വയറിനെ കുത്തുന്ന ശബ്ദം കേൾക്കില്ലേ? ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതാണല്ലോ, ബ്ലഡ് എങ്ങനെ വരും എന്ന് എനിക്കറിയാം, കത്തി ഏത് തരമുള്ളതാണെന്ന്, പ്ലാസ്റ്റിക് ആണെന്നോ അല്ലെങ്കിൽ മരമാണെന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ ഇങ്ങനെയാ, എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ ആളുകൾ നിഖിലയോട് പറയാറുണ്ടോ, നമ്മളൊരു ഔട്ട്ലുക്കാ വിചാരിച്ച നിഖിലയെ പറ്റി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതാകെ മാറിപ്പോയി? ഇപ്പൊ എന്താന്നറിയോ, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ആരും ഒന്നും പറയാറൊന്നുമില്ല. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ചെറുതാണ് എന്ന് ആൾക്കാർ എന്നോട് പറയാറുണ്ട്. സിനിമയിൽ കാണുന്നതിലും ഭയങ്കര ചെറുതാണ് നേരിട്ട് കാണുമ്പോൾ എന്ന് പറയാറുണ്ട്. ഈ പറയുന്ന ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ മാത്രമേ പറയാറുള്ളൂ, നേരിട്ട് ആരും പറയാറില്ല. നേരിട്ട് മുന്നേ ഉള്ള സർക്കിൾ തന്നെയാണ് ഇപ്പോഴും അല്ലേ? എനിക്കെപ്പോഴും എനിക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് എൻ്റെ സർക്കിളിലുള്ള ആൾക്കാർ. അപ്പൊ അവർക്കൊരു ശീലമായതുകൊണ്ട് പുതിയതായിട്ട് ഇപ്പം ചോദിക്കാനോ അങ്ങനെയൊന്നും വരില്ല. ഈ ഗെറ്റ് സെറ്റ് ബേബി ഉണ്ടാക്കുന്ന ഫണ്ടുണ്ടല്ലോ, അപ്പം അതിനകത്ത് ഇപ്പോൾ എടുത്തിറങ്ങുന്ന മലയാള സിനിമകളിലൊക്കെ തന്നെയും മാക്സിമം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കിയിട്ടും വൃത്തിയായിട്ടുള്ള ഭാഷ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത്. ഒന്ന് അങ്ങോട്ടൊക്കെ പാടിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. ഈ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഗർഭകാലവും സ്ത്രീകളും ഒക്കെ ബന്ധപ്പെട്ടുള്ള വരികയാണ്. അപ്പം എത്രമാത്രം റെസ്പോൺസിബിലിറ്റി സ്ക്രിപ്റ്റിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം? എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? നമുക്കൊരു AD ഉണ്ടായിരുന്നു ആക്ച്വലി, IVF ലൂടെയൊക്കെ പോയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പം യൂഷ്വലി എന്തെങ്കിലും അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ സീനൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ബിക്കോസ് ഇതിന്റെ എക്യുപ്മെന്റ്സും എല്ലാം ഡിഫറെന്റ് ആണല്ലോ, നമുക്കൊരു യൂഷ്വൽ ഹോസ്പിറ്റൽ സെറ്റിംഗിൽ ചിലപ്പം കിട്ടില്ലല്ലോ. അപ്പൊ ആ എക്യുപ്മെന്റ്സ്, അതുപോലെ ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുക, എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കാറും ആ ഒരു റിസർച്ച് പ്രോപ്പറായിട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിനയ് ഈ കുഞ്ഞിന് 3 വയസ്സായിട്ടുള്ളൂ, അവൻ വൈഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആസ് എൻ പ്രൈവറ്റ് ആയിട്ടാണ് പ്രഗ്നൻസി സമയത്തും കുഞ്ഞുണ്ടാകുന്ന സമയത്ത് കോവിഡ് ആയിരുന്നു. സോ ഹി വാസ് വിത്ത് ഹിസ് വൈഫ്. സോ അങ്ങനെ ഈ ലൈക്ക് ഡെലിവറി എടുക്കുന്ന സാധനങ്ങൾ അതെല്ലാം വിനയോ ഇതെനിക്കറിയാം ആ മട്ടായിരുന്നു, ഹിസ് വൈഫിന്റെ കൂടെ ഉള്ളതുകൊണ്ട്. ജോണി ചേട്ടാ, ഇപ്പൊ മുമ്പ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ സംവിധായകനൊക്കെ ആയിരിക്കുന്ന സമയത്ത് വലിയ സാമ്പത്തിക ക്ലേശമായിരുന്നു, അവിടെ നിന്ന് ഇവിടുന്ന് പണമൊക്കെ വാങ്ങിച്ചത് എങ്ങനെയെങ്കിലും റോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ്. ആക്ടർ ആയപ്പോഴാണ് കുറച്ച് മനസമാധാനമൊക്കെ കിട്ടി തുടങ്ങി ഇൻ ടേംസ് ഓഫ് പൈസ എന്നുള്ള രീതിയിൽ. അപ്പൊ
ഈ ഡയറക്ടർ ആവുമ്പോൾ നമ്മളൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സിനിമാറ്റിക് മാർബൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു. പക്ഷെ ആക്ടർ ആവുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നു, നമുക്കൊരു പുതിയ ലൈഫ് സ്റ്റൈൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു പോയിന്റിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ സ്റ്റിക്ക് ആയാൽ നമുക്കത് മാറ്റാനും പറ്റില്ലല്ലോ. ആ ക്രിയേറ്റർ ജോണി ആന്റണിക്ക് കിട്ടിയിരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു പടം ഇറങ്ങിയിട്ട് ഫസ്റ്റ് എല്ലാവരും കൈയടിക്കുമ്പോഴുള്ള ആ സുഖം, അത് മിസ് ചെയ്യുന്നുണ്ടോ? അത് ഇപ്പൊ നമ്മളിപ്പോ അഭിനയിച്ച് കണ്ട് തിയേറ്ററിൽ ചിരിക്കുന്ന കാണുമ്പോഴും അതേ സന്തോഷം തന്നെയല്ലേ ഉണ്ടാവുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് കാര്യം ഏതാ. പക്ഷെ മോനെ ആ സന്തോഷത്തെക്കാൾ വലുതല്ലേ നമ്മളൊരു സാമ്പത്തിക ഭദ്രത, നമ്മുടെ ഉത്തരവാദിത്തങ്ങളില്ലേ, നമുക്ക് മക്കളില്ലേ, കുടുംബമില്ലേ, ഒരുപാട് മാതാപിതാക്കളില്ലേ, ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കണ്ടേ. നമ്മൾ മാത്രം ഒരു പടം സന്തോഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മറ്റുള്ളവരുടെ സന്തോഷങ്ങളാണ് ഇപ്പൊ എന്റെ സന്തോഷം. ഇപ്പൊ പിള്ളേർ എനിക്ക് തോന്നിയ കാര്യം, ഒരു നമ്മുടെ ഇപ്പം 30 വയസ്സിലാണ് ഞാൻ സൈഡ് മൂസ ചെയ്യുന്നത്. മനസ്സിലായില്ല. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഉത്തരവാദിത്തങ്ങളില്ല. ജസ്റ്റ് കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, കുട്ടിയാകുന്നു, കുട്ടിയായിരുന്നു ആയി. അപ്പം അല്ലാതെ എനിക്ക് ആ ഒരു കാര്യങ്ങൾ സിനിമ ഭ്രാന്താണ്. ഇപ്പോഴും അങ്ങനെ അല്ലെന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് കൃത്യമായി ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ് അല്ലേ. ക്രിയേറ്റീവ് സ്പേസിൽ വർക്ക് ചെയ്യുന്നത് മിസ് ചെയ്യുന്നുണ്ട്. അതായത് ഉറപ്പായിട്ടും എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഡയറക്ടർ ആകുമ്പോൾ നമ്മളത് ഒരു സീൻ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചു, ഈ സീൻ ഇങ്ങനെ എടുക്കാം, ഇതെടുത്തു, നമ്മൾ തന്നെ പ്ലാൻ ചെയ്തു, എടുപ്പിച്ചു, ക്യാമറമാനെ കൊണ്ട് ഷോട്ട് എടുപ്പിച്ചു, കട്ട് ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. പ്രത്യേകിച്ച് ആ സീൻ നമ്മൾ വിചാരിക്കുന്നവർക്ക് ചിരി കിട്ടുന്നു, നമ്മൾ വിചാരിക്കുന്ന ക്ലാസ് കിട്ടുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു, നമ്മളിങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ അടുത്ത സീൻ ഈ സീൻ ക്ലാപ്പ് ഞാൻ പ്രതീക്ഷിച്ചു, നമ്മളിങ്ങനെ അയലക്കത്തരയോട് നോക്കും, അവൻ അടിക്കുന്നതാണ് കണ്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞു ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ സംവിധായകനുള്ള ലഹരി വലിയ തന്നെയാണ് അത്, അതങ്ങനെ പോകുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അനിശ്ചിതത്വങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഇപ്പൊ സിനിമയിൽ എനിക്ക് അനിശ്ചിതത്വമുണ്ട്. ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് സാധാരണ പടങ്ങൾ കുറയുന്നുണ്ട്. കാരണം പടങ്ങൾ മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ടല്ലോ. മൊത്തത്തിൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറയുമല്ലോ. രണ്ട് രീതിയിലുള്ള നല്ല സിനിമകളാണ് ഇപ്പൊ ഇറങ്ങുന്നത്. ഓ അങ്ങനെ, അയ്യോ ശരി, അങ്ങനെ കുറച്ചാണ് ഞാൻ പറഞ്ഞ പോട്ടെ. പിന്നെ എനിക്ക് നിഖിലയോടൊരു എല്ലാവർക്കും ഈ ചാനൽ തന്നെ ഇരിക്കട്ടെ, എന്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വനിതാ താരം അതായത് പബ്ലിക്കായിട്ട് പറയുന്നത് വെച്ചാൽ എന്നെ ഇഷ്ടം പറയുള്ളൂ, ആറ്റിറ്റ്യൂഡ്. എന്നെക്കാട്ടിലധികം കൗണ്ടർ രണ്ട് പെൺമക്കളാണ് എനിക്ക്, പിന്നെ വൈഫോട്. അപ്പൊ 3 പെണ്ണുങ്ങളും ഞാനുമാണ്. പിന്നെ ഒരു പട്ടിക്കുട്ടി. അതൊരു പട്ടിക്കുട്ടി. നേരത്തെ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ജീവിതം നമ്മൾ ബാക്കിയുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കണല്ലേ ഒരു പോയിന്റില്. തീർച്ചയായിട്ടും നമ്മൾ അല്ല, പിന്നെ നമ്മളിതൊന്നും ആകരുത്. കല്യാണം കഴിച്ചാ ഇല്ല. അല്ല, എനിക്ക് സത്യമായി ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, പണ്ട് എന്റെ അപ്പനും അമ്മയ്ക്ക് എന്ത് ഇങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്, നോക്കി തോന്നിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പൊ തോന്നുന്നുണ്ട് എന്താണ് അപ്പനും എന്തായിരുന്നു അങ്ങനെ ആയിരുന്നു എന്നുള്ളത്. കാരണം നമുക്ക് ഇവരെ കുറിച്ച് ചിന്ത ഉണ്ടാവുള്ളൂ. ഈ ഇത് ആരൊക്കെ പറയാൻ, നമ്മൾ എല്ലായിടത്തുനിന്നും കേൾക്കുന്നതാണല്ലോ, കുടുംബം അല്ല അങ്ങനെയല്ല. നീ മറ്റേ എപ്പോഴും മറ്റുള്ളവരെ പറ്റി, ഇപ്പൊ ഞാൻ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാന്നല്ല, നമുക്കൊരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോ നമ്മൾക്ക് അറിയാണ്ട് നമ്മളിലേക്ക് ഉത്തരവാദിത്തങ്ങള് വരും കുടുംബത്തിന്റെ. നിനക്ക് വന്നിട്ടില്ല? എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ 13 വയസ്സിൽ ജോലി ചെയ്ത് തുടങ്ങിയതാണ്. ബേസിക്കലി ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതാണ്. അന്ന് എനിക്കിത് ഫിനാൻഷ്യലി വീട്ടിലേക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ വളരും തോറും നമ്മളുടെ ആവശ്യങ്ങളും എപ്പോഴും വളരും. നമ്മളുടെ ഫാമിലി വളരുമ്പം ഇപ്പം പണ്ട് ജോൺചേട്ടൻ 30 വയസ്സിൽ ഭാര്യ കല്യാണം കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വലിയ ഉത്തരവാദിത്തങ്ങളില്ല എന്ന് പറയുന്ന പോലെ അല്ല 2 പെൺകുട്ടികളുള്ള ഒരു അച്ഛനുണ്ടാവുന്ന ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വളരും തോറും നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും ഭയങ്കരമായിട്ട് കൂടും. എനിക്കിപ്പം ഈ കല്യാണം വഴിയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ എടുക്കണം. അപ്പൊ ഇതും കൂടെ എടുക്കാനുള്ള ഒരു ഇപ്പം തോന്നാറില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കായിരിക്കും. ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, അവസാന ചോദ്യം. ഇപ്പൊ മലയാള സിനിമയിൽ ഒരുപാട് നടിമാർക്ക് കൊച്ചിയിൽ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോകാൻ വലിയ ഭയമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ആളുകളുടെ റിയാക്ഷൻ, ഏത് രീതിയിലാണ് അതിന്റെ ക്ലിപ്സ് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പേജസിലും ഒക്കെ വരിക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് നടിമാരൊക്കെ അതിന് നിയമപരമായിട്ടൊക്കെ അതിന് നീങ്ങുന്നുണ്ട്. ഇപ്പൊ പാർവതി കൃഷ്ണ എന്ന ആങ്കറൊക്കെ അത് സക്സസ്ഫുൾ ആയിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂട്ടിച്ചിരിക്കുന്നു അവർ. അപ്പൊ ഇപ്പൊ നിഖിലക്ക് പേഴ്സണലി അങ്ങനെ ആ തിയേറ്ററിൽ പോവാൻ അല്ലെങ്കിൽ അവിടെ പോവാൻ ഈ ഒരു ഹിക്കപ്പ് ഉണ്ടോ, ഒരു ബുദ്ധിമുട്ടുണ്ടോ?
അന്ന് പോയില്ലാന്നേ ഉള്ളൂ. വേറൊരു ദിവസം അതൊരു നല്ല തിയേറ്ററാണ്, നല്ല സൗണ്ട് എഫക്റ്റും നല്ല വിഷ്വൽ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു തിയേറ്ററാണ്. ആ ബഹളമുള്ള ദിവസം പോയില്ല. വനിതാ വിനീത തീർച്ചയായിട്ടും അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന, ഏറ്റവും കൂടുതൽ ഷെയർ വരുന്ന തിയേറ്ററാണ്. അപ്പം അന്ന് പോയില്ലാന്നുള്ളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ അന്ന് തന്നെ കാണണം എന്ന് തോന്നുന്ന സിനിമകളാണെങ്കിൽ വേറെ ഏതെങ്കിലും തിയേറ്ററിൽ പോയി കാണും. അല്ല പിന്നെ ഓപ്പണിംഗ് സിനിമകൾ എനിക്ക് തോന്നി മറ്റേ ചില ഫൈനലുകൾ കൽക്കട്ട കൊണ്ട് വെക്കുന്ന പോലെ അവിടെ അതേ ഉള്ളൂ. ഇവിടെ അത്രയും സ്പേസും ഒക്കെ ഉള്ള, അത്രയും ആൾക്കാർ, നമുക്ക് ഒരു ക്രൂവിന് മൊത്തമായി പോയി സിനിമ കാണാൻ പറ്റുന്ന സെറ്റപ്പുള്ള സിനിമകൾ അല്ല തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് കുറവായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള തിയേറ്റേഴ്സിൽ പോകുന്നത്. അപ്പൊ ആ ഒരു ദിവസം അറിയാതൊക്കെ ചിലപ്പം ബുക്ക് ചെയ്ത് പോകും. അങ്ങനെയുള്ളപ്പോ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരു പ്രിവ്യൂവിനാണ് വിളിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും ഇതിന്. എന്നാലും പക്ഷെ എന്നാലും പരാതി പറയേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും ചെയ്യരുത് എന്നൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഒരു പരിധി കൂടുതൽ പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടോ. ഉണ്ടാവും. വനിതാ വിനീതയിലാണെങ്കിൽ വരും. എല്ലാവരോടും സിനിമ കാണാനെത്താവട്ടെ. വനിതാ വിനീതയിൽ ഉൾപ്പെടെ ബാക്കിയുള്ള തിയേറ്ററുകളിൽ സിനിമ അങ്ങനെ നിറഞ്ഞുകൂടിക്കൊണ്ടിരിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ഉണ്ണിയും അപ്പൊ എനിക്ക് തോന്നുന്നൊരു കാര്യം, നല്ല കോമ്പിനേഷൻ അല്ലേ ഉണ്ണിയും രണ്ട് ഒരു സുന്ദരനോ സുന്ദരി. ഒന്നിക്കുന്ന സിനിമ ഞാൻ നീലയുടെ അച്ഛനാണ്, രണ്ടാമത്തെ സിനിമ. എനിക്ക് ജോണി ചേട്ടൻ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു അച്ഛനും മോളും ആവുമ്പോ പെട്ടെന്ന് ആൾക്കാർ അപ്പൊ നമുക്ക് എളുപ്പമാണ്. എനിക്ക് റിവ്യൂ ചെയ്യുന്നവർക്ക് പണ്ട് ഞാൻ ഈ നീലയുടെ ഞാൻ ആ പടത്തിൽ അഭിനയിക്കുമ്പോ ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഡയലോഗ് ലക്ഷ്മി നെഞ്ചി പണിക്കരപ്പിൽ അത്ര നല്ല തന്തയൊന്നും അല്ല ഞാൻ. പിന്നീട് ഞാനിപ്പോ തൊന്തവേഷം ചെയ്ത് ആസ്ഥാന തന്തയായി. ജോണിച്ചേട്ടൻ ആദ്യമൊക്കെ എന്നെ വിളിച്ചിട്ട് ജോയിൻ കഴിയുമ്പോൾ പറയും എനിക്കിലേക്ക് ഇനി ഏതെങ്കിലും സിനിമയിൽ അച്ഛനെ വേണമെന്നുണ്ടെങ്കിൽ പറയണം. പിന്നെ ഞാൻ ജോണിച്ചേട്ടൻ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ജോണിച്ചേട്ടന്റെ സിനിമയിൽ അഭിനയിച്ചിട്ട് വരുമ്പോ അതിനകത്ത് പിന്നെ നമ്മുടെ നെസിലിനുണ്ട്, പാത്തിയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ് പോകുന്നതിന് ഇവരെ 3 പേരെ വിളിച്ചിട്ട് പറഞ്ഞു വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട്, കാരണം ഇനിയുള്ള കാലം നിന്റെയൊക്കെ അമ്മാവനും അറിയലും അപ്പോൾ കേട്ട് വേണം എനിക്ക് കൈമേടിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയ കാര്യം അങ്ങനെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ലൊരു രസം. ഇപ്പം ഞാൻ എനിക്ക് തോന്നിയ സിനിമ ഇപ്പം പോസ്റ്റേഴ്സ് ഒക്കെ കണ്ടിട്ടാണ് ആൾക്കാർ ഈ രസമുണ്ട്, എനിക്ക് ക്യൂട്ടായിരിക്കും, നല്ല ഒരു കുഞ്ഞ് നല്ല രസമുള്ള സിനിമയാണ്. അപ്പൊ ധൈര്യമായിട്ട് തിയേറ്ററിൽ ഫാമിലിയായിട്ട് കാണാവുന്ന സിനിമയാണ് ഗെറ്റ്സ് ആൻഡ് ബേബി. എല്ലാവരും ഫെബ്രുവരി 21 റിലീസാണ്. പോയി കാണണം. തിയേറ്ററിൽ പോയി കാണാം. അതെ, താങ്ക് യു. എല്ലാവരുടെയും കൂടെ കാണാൻ പറ്റട്ടെ. അത് വലിയ വിജയമാവട്ടെ. മലയാള സിനിമ കളർഫുൾ ഫേസ് ഉണ്ടല്ലോ, കളറുള്ള സിനിമകൾ അത് തിരിച്ചു കിട്ടട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്.